ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്. നിങ്ങളുമായി ഇപ്പോൾ അവർ അകന്നിരിക്കുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്, അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും സാഹചര്യം എന്താണ്, നിങ്ങൾ തമ്മിൽ പരസ്പരമുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതാണ്. Seven of Swords, Page of Wands, Nine of Wands, Five of Wands, Queen of Pentacles, the Fool, Two of Swords, Ten of Wands. വേറൊരു ഡെക്കിൽ നിന്ന് കുറച്ചുകൂടി കാർഡ്സ് എടുക്കട്ടെ. കാർഡ്സ് എല്ലാം കാണാമെന്ന് വരുന്നു. Justice, Four of Swords, Page of Swords, Two of Cups, Four of Cups, Death, ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്.
അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും അവരെടുത്ത തീരുമാനമെല്ലാം തെറ്റായിരുന്നു എന്നിങ്ങനെയുള്ള എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ഹാങ്ഡ് മാൻ, ബോട്ടം ഓഫ് ദി ഡെക്ക്. നമുക്ക് ഡീറ്റെയിൽഡ് റീഡിങ്ങിലോട്ട് പോവാം. നമുക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ടൈമിൽ നിങ്ങൾ കരുതിയിരുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് ഇത് എന്നുള്ളതാണ് കാണുന്നത്. തന്നെയുമല്ല, നിങ്ങളെ അത്രത്തോളം കെയർ ചെയ്ത് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് കംഫർട്ടബിൾ ആക്കി വെച്ചതുകൊണ്ട് തന്നെ അവരെ അത്രത്തോളം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ വ്യക്തിക്ക് മറ്റൊരു ഫേസ് കൂടിയുണ്ട്, നിങ്ങളോട് കാണിച്ചതല്ല റിയലായ ക്യാരക്ടർ എന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതായത് ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ എന്ന് നിങ്ങൾ പിന്നീട് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവരും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇവരും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചാണ് അവർ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ പോകെ പോകെ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ മടുപ്പ് വന്നതായിട്ട് കാണുന്നു. അതായത് മതിയായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നിങ്ങളുടെ ബന്ധം ഇത്തരത്തിലാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഇവിടെ കാണുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസമില്ലായ്മ, അതുപോലെ ഈ വ്യക്തിയുടെ റിയൽ ഫേസ് നിങ്ങൾ പതിയെ തിരിച്ചറിഞ്ഞ ഒരവസ്ഥ, അതുപോലെ അവർക്കും നിങ്ങളെ മടുത്തു തുടങ്ങിയ ഒരവസ്ഥ, അതുപോലെ നിങ്ങൾ അവരുടെ പെർഫെക്റ്റ് മാച്ചായിട്ട് തോന്നാത്ത ഒരവസ്ഥ, ചിലപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പുതിയ ഒരാൾ കയറി വന്ന ഒരു സാഹചര്യം. അപ്പം എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ ബന്ധം ഇത്തരത്തിലാകാൻ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാം നിങ്ങളുടെ ആ ഒരു സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ സെപ്പറേഷന് മുൻപ് നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറയുകയും അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് വഴക്കുകളും തർക്കങ്ങളും ഉണ്ടായതായും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ഈ വ്യക്തിയുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം തന്നെ അവർ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, അപ്പോൾ വഴക്കുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം ഈ വ്യക്തി മാസ്ക് ഇട്ട് നിന്നതുകൊണ്ട് തന്നെ അവർ അവരെ സേഫ് ആക്കി വെക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ മാക്സിമം നല്ല വ്യക്തിയായിട്ടും നിങ്ങളെ ഒരു സംശയരോഗിയായിട്ടുമൊക്കെ മുദ്ര കുത്തിയിട്ടും ഉണ്ടാകാം. അതുപോലെ ചിലരുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിയെ പഴയതുപോലെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് കാണുന്നു. കാരണം അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ കാലിൽ വീഴണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇനി എത്രയൊക്കെ തെറ്റുവെന്ന് ഏറ്റു പറഞ്ഞാൽ പോലും ഈ ഒരു ബന്ധം ഇനി എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തി. എന്തായാലും എങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബന്ധം പാസ്റ്റിൽ ഈ ഒരു രീതിയിൽ ബ്രേക്ക് ആവുകയും നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് നേരിടുകയും അതുപോലെ ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് അവരോടൊന്ന് പൊറുക്കാനും സാധിക്കുന്നില്ല എങ്കിൽ,
അല്ലെ നിങ്ങൾ ഇനിയും ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ, അല്ലെ നിങ്ങൾ ജസ്റ്റിസ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കുറച്ചു പേരുടെ എനർജി അത്തരത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഭൂരിഭാഗം വ്യക്തികളുടെ എനർജി നോക്കുമ്പോഴും ഇപ്പോഴും റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഭൂരിഭാഗം വ്യക്തികളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധം എവിടെ അവസാനിച്ചോ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയും മാറി ചിന്തിക്കാനായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു റീകൺസിലിയേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവുകയുമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായി ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ഏതവസ്ഥയിലാണ്, നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുന്നോ, അവരെ കാത്തിരിക്കുകയാണോ എന്നൊക്കെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി അന്വേഷിക്കുന്നുണ്ടാകാം. അവർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ നിങ്ങളുടെ സാഹചര്യം കൂടി അന്വേഷിക്കാൻ ട്രൈ ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അവർ സമയം മാറ്റിവെക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അടുത്ത കാലത്താണ് അവർ നിങ്ങളെക്കുറിച്ച് തിരക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ട് ഈ ഒരു വ്യക്തി തിരിഞ്ഞു നോക്കിയ ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത കാലത്താണ് അവർ നിങ്ങളെക്കുറിച്ച് തിരക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ അവർക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് അവർ മനസ്സിൽ വിചാരിച്ചു വെച്ച കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിന് ചേഞ്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പഴയ കൺസെപ്റ്റ് തെറ്റായിരുന്നു എന്നവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഒന്നുകിൽ അവരുടെ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയ കാര്യങ്ങളായിരിക്കാം പ്ലാൻ ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതുമാകാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാകാം. അതുപോലെ ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ആ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. പലപ്പോഴും നിങ്ങളുമായി ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ കഴിയുകയാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ കയറി വരുമ്പോഴെല്ലാം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ കയറി വരുമ്പോഴെല്ലാം തന്നെ അവർക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. അപ്പം എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടി അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നതാകാം നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ വീണ്ടും അവരിലേക്ക് ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ബന്ധം ഡെത്ത് സംഭവിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞു പോവേണ്ടവരല്ല, പിന്നെയും കണ്ടുമുട്ടേണ്ടവരാണ് എന്നുള്ളത് ചിലപ്പോൾ യൂണിവേഴ്സിന്റെ പ്ലാനിങ് ആയിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പം എന്തായാലും അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. Four of Pentacles, Seven of Wands,
Ace of Cups, Ace of Pentacles, Judgment. ഇനിയും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നോക്കാം. സ്റ്റാർ, Five of Swords, the Fool, Six of Cups, the Hanged Man. ഇവിടെ നമുക്ക് ബോട്ടം എനർജി ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. എനിക്ക് നിന്നോട് മനസ്സ് തുറക്കാൻ പേടിയാണ്, എന്നാലും നമ്മളുടെ ബന്ധം സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിന്നെ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഒരിക്കലും അവസാനിച്ചു പോകാത്ത പ്രണയം ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയം നിന്നെ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നു. നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ ഈ സമയം മനസ്സിലാക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഹോപ്പ് ഉള്ളതായി കാണുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസവും ക്ഷമയുമാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കോ അല്ലെ നിങ്ങളുടെ പേഴ്സണോ ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. അത് ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം സാധ്യമാണ്. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ തിരക്ക് കൂട്ടരുത്. ആത്മവിശ്വാസത്തോടു കൂടി വേണം മുന്നോട്ട് പോകാനായി. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം കാര്യങ്ങൾ വളരെയധികം സ്റ്റക്കാണല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക, അതുപോലെ തന്നെ മാറ്റത്തെ ഉൾക്കൊള്ളുക. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ്.